സംസ്ഥാനത്തെ മഴ സാഹചര്യം വിലയിരുത്താൻ ജില്ലാ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം വിളിച്ചു മുഖ്യമന്ത്രി. നിലവിൽ സംസ്ഥാനത്ത് 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ബാക്കി 4 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മുഹമ്മദ് അസ്ലം വിവരണമായി തിരുവനന്തപുരത്ത്. അസ്ലം, ഇന്നലെ ദുരന്ത നിവാരണ വകുപ്പ് മെമ്പർ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇനിയുള്ള ദിവസങ്ങളിൽ മഴ കുറയാൻ പോവുകയാണ്, ഇനി 7-ാം തീയതി മഴ ശക്തമാകുമെന്നാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്നു മുതൽ വലിയ മഴയും മണ്ണിടിച്ചിലും നടക്കുകയാണ്. ഇത് ഏകോപനം എങ്ങനെ മുന്നോട്ട് പോകും? കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പും അങ്ങനെ തന്നെയായിരുന്നു. 14 ജില്ലകളിലും യെല്ലോ അലർട്ടാണ് ഇന്നലെ രാത്രി നൽകിയിരുന്നത്. അതേസമയം തന്നെ ഇന്ന് രാവിലെ വന്നതോടുകൂടി വീണ്ടും അലർട്ടിൽ മുന്നറിയിപ്പിൽ മാറ്റം വരികയാണ്. 4 ജില്ലകൾ ഒഴികെ തിരുവനന്തപുരം, കൊല്ലം, അതുപോലെ തന്നെ തൃശ്ശൂർ, പാലക്കാട്, ഈ 4 ജില്ലകൾ ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടിലേക്ക് മാറിയിരിക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, പിന്നെ മലപ്പുറം മുതൽ കാസർഗോഡ് വരെ മുഴുവൻ വടക്കൻ ജില്ലകളിലും ഓറഞ്ചാണ്. എന്ന് വെച്ചാൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണുള്ളത്. നമുക്കറിയാം, മഴ ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെയും പല സ്ഥലങ്ങളിലും മഴ പെയ്ത സ്ഥലങ്ങളിൽ വെള്ളം ഇതുവരെയും ഇറങ്ങിയിട്ടില്ല. അതിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ കെടുതികൾ നേരിടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് ഇന്ന് രാവിലെ വീണ്ടും വരും. ഇന്നലെ രാത്രി പക്ഷേ എല്ലാവർക്കും എല്ലാ ജില്ലകളിലും എല്ലാ അലർട്ടും കുറഞ്ഞുകൂടെ മഴ കുറഞ്ഞു എന്നല്ലെങ്കിൽ മഴ ഇറങ്ങുന്നു എന്നുള്ള വെള്ളം ഇറങ്ങുന്നു എന്നുള്ള ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. അതേസമയം തന്നെ ഇപ്പോൾ വളർന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഏറ്റവും പുതിയ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ് എന്തായാലും ആശങ്ക നൽകുന്നത് തന്നെയാണ്. എന്തായാലും സംസ്ഥാനത്തെ മുഴുവൻ മഴക്കെടുതികളുടെ സാഹചര്യം വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി വിളിച്ച യോഗം അല്പസമയത്തിന് മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. ജില്ലാ കളക്ടർമാർ എല്ലാവരും ഓൺലൈനായിട്ട് തന്നെ പങ്കെടുക്കുന്നുണ്ട്. ചീഫ് സെക്രട്ടറി ഉണ്ട്, മന്ത്രിമാരായ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും റവന്യൂ മന്ത്രി AP അനിൽകുമാറും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലെയും നിലവിലെ സാഹചര്യം, മഴക്കെടുതികളുടെ സാഹചര്യം, ദുരിതാശ്വാസ പ്രവർത്തനം നടക്കുന്നിടത്ത് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്, നടത്തുള്ള സൗകര്യങ്ങൾ എത്തുന്നുണ്ടോ, അതോടൊപ്പം തന്നെ മഴക്കെടുതികളുമായി ബന്ധപ്പെട്ട ആളുകളുടെ രക്ഷാപ്രവർത്തനം, അതോടൊപ്പം തന്നെ വൈദ്യുതി തകർന്ന ഉൾപ്പെടെയുള്ള മറ്റു പ്രശ്നങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ പ്രശ്നമായിടത്തുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും വിലയിരുത്തുകയും കൂടുതൽ നിർദ്ദേശം നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ യോഗത്തിന്റെ. എന്തായാലും 14 ജില്ലകളിലെയും സാഹചര്യം ഈ ഓൺലൈൻ യോഗത്തിൽ വിലയിരുത്തും. അതിനുശേഷം മാധ്യമങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രി കാണുകയും ചെയ്യും. എന്തായാലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലെ ഏകോപനത്തിൽ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടെന്നുള്ള വിമർശനം പ്രതിപക്ഷം ഔദ്യോഗികമായി തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. CPM-ഉം അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഔദ്യോഗികമായി തന്നെ ദുരിതാശ്വാസ പ്രവർത്തന ഏകോപനമില്ല എന്ന കൃത്യമായ ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതുകൂടി പരിഗണിച്ചുകൊണ്ട് കുറച്ചുകൂടി ജാഗ്രതയോടുള്ള ഒരു നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു എന്ന് വേണം കരുതാൻ. നിലവിൽ ഏകോപന പ്രവർത്തനം എല്ലാ മന്ത്രിമാർക്ക്, റവന്യൂ മന്ത്രിയാണ് മൊത്തത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ദുരന്തങ്ങൾ കൂടുതലുള്ള ജില്ലകളിൽ മന്ത്രിമാർക്ക് ചുമതല നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചാണ് കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഏകോപിപ്പിക്കുന്നത്. അതേസമയം മുഴുവൻ ജില്ലകളിലെയും യോഗം വിളിച്ചു ചേർക്കുകയും അതോടൊപ്പം തന്നെ ആ സാഹചര്യങ്ങൾ വിലയിരുത്തി കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് മാധ്യമങ്ങളിലൂടെ പിന്നെ ആശയവിനിമയം കൂടി നടത്താനാണ് മുഖ്യമന്ത്രി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും യോഗം തുടങ്ങിയിട്ടുണ്ട്. ഓരോ ജില്ലകളിലെയും സാഹചര്യം ജില്ലാ കളക്ടർമാർ ഇപ്പോൾ ഓൺലൈനിലൂടെ ഓൺലൈൻ യോഗത്തിൽ അവതരിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. ഇതിനുശേഷം എന്തായാലും മാധ്യമപ്രവർത്തകരെ മുഖ്യമന്ത്രി കാണുകയും ചെയ്യും. ശരി, എന്തായാലും കാലാവസ്ഥാ പ്രവചനം സംബന്ധിച്ച ചില ചർച്ചകളിലേക്ക് കൂടി ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി വെളിച്ചം വീശുന്നുണ്ട്. കാരണം ഇന്നലെ നൽകിയ മുന്നറിയിപ്പല്ല ഇന്ന് രാവിലെ സംഭവിക്കുന്നത് എന്നുള്ളതുകൊണ്ട്. അതായത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തരുന്ന വിവരങ്ങളല്ല രാവിലെ സംഭവിക്കുന്നത്. ഇന്നലെ യെല്ലോ അലേർട്ടാണെങ്കിൽ ഇന്ന് രാവിലെ കനത്ത മഴയാണ് നമ്മൾ കാണുന്നത്.